ഹായ്, എന്തപ്പോ ചേച്ചി കുമ്പളങ്ങയായി വന്നിരിക്കുന്നു തോന്നിയോ നിങ്ങക്ക്? നമുക്ക് കറി വെക്കാനല്ല കേട്ടോ, ഇവനെ മുറിച്ചിട്ട് നമുക്കൊന്നൊരു പാലുകൊണ്ട് പായസം വെച്ചാലോ. അപ്പൊ നമുക്ക് ഇവനെ മുറിച്ച് പായസം എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ എന്നും പറയാറുള്ള മാതിരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പായസം റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിലേക്കുള്ള സാധനങ്ങൾ ഇതുകൊണ്ട് 1 കപ്പ് കുമ്പളങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ പാലടേരെ പോലെ ഉണ്ടോ. ഇതിലേക്ക് മൂത്ത വലിയ കുമ്പളങ്ങ എടുക്കരുത്, ഇളവനായിരിക്കണം. കട്ടിയുള്ള ദശയുള്ള കുമ്പളങ്ങ ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി മുറിക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ, ഞാൻ കുറച്ചേ വയ്ക്കണുള്ളൂ കേട്ടോ. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചതാണ്. നമ്മുടെ കുക്കറിൽ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ച് വിസിലിട്ടിട്ട് 1 മണിക്കൂർ നേരം അടച്ചു വെച്ചിരിക്കുക, തീ ഓഫാക്കിയിട്ട്. അത് പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഇതുമാതിരി ഒരു യെല്ലോ കളറിൽ വരും. അതിലേക്ക് വേണ്ട 1 ടീസ്പൂൺ ജൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം കുമ്പളങ്ങ ഇത്തിരി വെള്ളം ആവുന്ന സാധനമാണ്, അതുകൊണ്ട് അതിലേക്ക് ഒരു കൊഴുപ്പിന് ജൗവരി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂട്ടിയിടോ കുറയ്ക്കിടോ ചെയ്യാം. പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്തും കുമ്പളങ്ങയും വറുത്തെടുക്കാനുള്ള നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് രണ്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്ത് കോരിയ ആ നെയ്യിലേക്ക് തന്നെ നമ്മുടെ കുമ്പളങ്ങയിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതിനെ നമുക്ക് കോരി മാറ്റാം. ഇപ്പം നിങ്ങളുടെ അളവിന് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. നല്ലോണം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അധികം ഇടുക. ഇതിലേക്ക് നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മുടെ കുമ്പളങ്ങ ഇടുകയാണ്. ഇതിനെ നല്ല ചുമക്കലൊന്നും വറുക്കണ്ട, അതൊന്ന് ചുങ്ങി അതുവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നെയ്യിൽ കിടന്നിട്ട് ഈ പരുവാണ്. ഇതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റിപ്പോവുക. അപ്പോൾ അത് ഇതുപോലെയാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും മൂത്ത കുമ്പളങ്ങ എടുക്കാൻ പാടില്ല. നല്ല ഇളവം നോക്കിയിട്ട് അധികം കുരുല്ലാത്ത കുമ്പളങ്ങ കിട്ടില്ല, ദശയുള്ളത്. അപ്പോൾ അതിനെങ്ങനെ നമ്മുടെ പാലടയുടെ വലുപ്പത്തിൽ ഇങ്ങനെ അരിയുക, തൊലി ചെത്തിയിട്ട് അരിഞ്ഞ് ഇങ്ങനെ നെയ്യിലൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ജൗവരി ഇട്ട് കൊടുക്കുന്നത്. ജൗവരി ഇട്ട് കൊടുത്തു. ഇത് ഞാൻ പഞ്ചസാര ഇട്ട് കുറുക്കി വെച്ച പാലാണ്, അതുകൊണ്ട് പഞ്ചസാര ഞാൻ കാണിച്ചിട്ടില്ല. ഇതിൽ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക. ഈ പാലിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരുന്നത്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം. അതിനിത് നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് ഓൾറെഡി പഞ്ചസാര ഇട്ടിട്ടാണ് കുക്കറിൽ പാല് വേവിച്ച് വെച്ചിരുന്നത് കേട്ടോ. അതാണ് പഞ്ചസാര കാണിക്കാതിരുന്നത്. ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വരാം. നമുക്ക് മധുരം പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല മധുരമുണ്ട്, ഞാനിതിൽ നല്ലോണം മധുരം ഇട്ടുണ്ടായിരുന്നു. ഇത് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പായസം ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ട് കൊടുത്തു. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ആക്കണേ. അപ്പോൾ കുമ്പളങ്ങ കുടഞ്ഞു പോകാണ്ട് ഇതാ വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ അത് നെയ്യിൽ മാതിരി ചെറിയതാക്കി എടുത്തിട്ട് അതിൻ്റെ ചോറ് മുഴുവനും കളഞ്ഞിട്ട് വേണം നിങ്ങൾ കഷ്ണാക്കണമെങ്കിൽ കേട്ടോ. ആ ചോറിൻ്റെ ഭാഗവും തൊലിയും നന്നായി കളയണം. ആ കട്ടിയുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഇങ്ങനെ നെയ്യിൽ വറുത്താൽ അടിപൊളി പായസമായില്ലേ. അടിപൊളിയായില്ലേ, എളുപ്പമല്ലേ ഉണ്ടാക്കാൻ.
അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിന്നൊരു ചെറിയ ഐറ്റം ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുറച്ച് ടൈം പാസ് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ ബോട്ടിലുമ്പോൾ കുറേ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണാണിത്. ഇതിങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കലാവിരുതുകളാണിത്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ബോട്ടിലുമേ ക്ലേ കൊണ്ട് ചെയ്തതാണ്. ഇത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.